ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു ജർമ്മൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ജർമ്മൻ ബോയാണ് ബിരിയാണി ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. റൈസും ചിക്കനും കൂട്ടിയല്ലേ? ചിക്കനൊക്കെ കൂടി വെക്കണം. ഞാനാണെങ്കിൽ ഉറക്കത്തിലാണ്ടായി. വണ്ടി കയറി പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ്. ഞാൻ പല്ലൂല് തേച്ചിട്ടില്ല. ചെറായി ബീച്ചിൽ ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അവിടെ ഫുഡ് വെക്കുന്നു. തിന്നാൻ പറ്റുമെന്ന് പഠിച്ചോന്നറിയാം. പണിയെടുക്കുന്ന ആഷിഖ്. അവൻ പറയണത് ബിരിയാണി ഞാൻ വെക്കും, പണി ഞാൻ എടുക്കും. ഞാൻ മെയിനായിട്ട് ഫുഡ് വെക്കാൻ മാത്രമേ പണിയെടുപ്പിക്കാനില്ല. സെറ്റാണ് ഗൈസ്. നമ്മളിന്ന് പൊളിക്കും. ഞാൻ കുളിച്ചൊന്ന് ഓണാവട്ടെ. ഉഷാറില്ല എനിക്ക്. ഞാൻ ഉഷാറൊക്കെ ആയിട്ട് പൊളിച്ചിട്ട് വരാം. ഇരിക്കാനൊക്കെ വന്നേക്കണ വണ്ടിയുണ്ട്. വെറുതെ വരൂ. നമ്മൾ റെഡിയായി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഗൈസ്. അപ്പോ നമുക്ക് നേരെ എങ്ങനെയൊക്കെ നമ്മൾ പോണു. ഇപ്പൊ ചെറായി എത്രയാണ് ബിരിയാണി? ഒരു ബിരിയാണിക്ക് എന്തോരം വേണ്ട വരും? നല്ല ദാഹം. രാവിലെ എണീച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു ഉഷാറില്ല. ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? ഇതിന്റെ കൊടുത്തേ. നിന്റെ അടുത്തല്ലേ? വേറെ എടുക്കണ്ട. ഇല്ല. അങ്ങനെ ഒരു വണ്ടി നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര വണ്ടി ഇവിടെ ഉണ്ടാ? എവിടാ? അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് എക്സോസ്റ്റ് അടിച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ എക്സോസ്റ്റ് കാണുന്നുണ്ടോ ഗായ്സ്? എക്സോസ്റ്റ് ഉണ്ട്. ഒരു നല്ലൊരു വീൽ ഇട്ടിട്ടുണ്ട്. ഇതില് നമ്മൾ വീൽ ഇട്ടിട്ടുണ്ട്. എക്സോസ്റ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോ എല്ലാ വണ്ടിയും ഞങ്ങൾ എയർ ചെയ്ത് ഓട്ടോഷോക്ക് ഇറക്കാൻ പോകും, പൊള്ളിക്കാൻ പോകും. അപ്പൊ ഗായ്സ് നമ്മള് ലൊക്കേഷനിൽ എത്താറായി ഗായ്സ്. പുറകില് ജെറ്റ വരുന്നുണ്ട്. അവിടെ നമ്മുടെ പിള്ളേരോടെ കാത്തിക്കളേ. ഒരു ടീം സ്ലാവിയക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ കുക്കിംഗ് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെത്താണ്ട് അവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചിക്കനും സാധനങ്ങളും വണ്ടിക്കകത്താണ്. കലക്കി ഈ സീനാണ്. ഇതാണോ ലെഫ്റ്റ് ഇട്ടാ? ഏത് ലെഫ്റ്റാ? ഇവിടുത്തെ ലെഫ്റ്റ്. ഈ റോഡാന്ന് തോന്നുന്നു. ഐ തിങ്ക് നീ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെയാണോ? പോട്ടെ, കുറച്ചും കൂടെ എടുത്തോ. ഒറ്റയാണ്. ഇത് നമുക്ക് കയറ്റിടാൻ പറ്റുമോ? ഓടിച്ചോ? അതിന് നേരെ കാക്ക്. കലക്കൻ. ഇത് കലക്കും ഗൈസ്. ഇവിടെ ഷെഫ് ഷഹബാസ് ഷെഫ് ഉണ്ട്. സവാളൊക്കെ കറക്റ്റാണോ? മതിയില്ലേ? മെയിൻ ഷെഫ് ഉണ്ട്. മെയിൻ ഷെഫ് ജർമ്മൻ പോയി. ഇവിടെ
ൊന്നുമില്ലേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഫുഡ് ഇവിടെ നിന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. സെറ്റാണ്ടോ ഇത് കലക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. വാ നല്ല ടോയ്ലറ്റ് ആണ്. നമ്മൾ മിററുണ്ട് സൂം ചെയ്ത് 1x നമുക്ക് കുക്ക് ചെയ്യാം. എല്ലാ സാധനങ്ങളും മാനുവൽ ആണ്. ബാക്കി രണ്ടെണ്ണം നമ്മുടെ ഇത് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഈ വരുന്നത് പുതിയ മോഡൽ 2025 മോഡൽ ഒരു 1 ലിറ്റർ. ഇത് റയർ ആണ്. ഇത് റയർ പീസ് ആണ്. ഈ കളർ വേറെ ഇറക്കിയിട്ടില്ല. ഇത് വലിയ വണ്ടിയാണ്. മൊലാളിക്ക് പ്രാന്തായി. മൊലാളി പൊട്ടിച്ചു കൊടുക്കുകയാണ്. വണ്ടി പൊട്ടിച്ചു കൊടുക്കുകയാണ്. റേറ്റ് ഒക്കെ മൊലാളി ആകെ പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ കൊളത്തായിട്ട് അതിലിപ്പോ കാണിച്ചത്. കഷ്ടമാണ് നമ്മൾക്ക് ഇപ്പഴാണ് അറിയണത്. ഒരു വണ്ടിയിലില്ലാത്ത എന്താണ് 2 ഡോർ ഇതൊരു വണ്ടിയിലില്ല. എന്റെ വണ്ടി ഇതൊരു വണ്ടിയിലില്ല. ഓണറിന് പോകാൻ നോക്കിയാ നീ ഒന്നും കാണിക്കണം. ഞാൻ കത്തിയെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇട്ട് കത്തി പാത്രം എടുക്കളാന്ന് പറഞ്ഞിട്ട് ഇല്ല കത്തി മേടിക്കാൻ നീ മേടിക്കാൻ ഇവിടെ എന്താണ് ഇവിടെ അല്ല കഴിക്കാൻ മതിയോ? കഴിക്കാൻ മതി. മുളകുപൊടി വന്നപ്പില്ലേ റിസോർട്ടിൽ ആരും വന്നിട്ടില്ല. ഒന്നുമില്ല. അങ്ങനെ രാത്തിരിക്കുന്നത്. അപ്പൊ രാത്തിരിക്കുമ്പില്ലേ ഇങ്ങനെ പോയിട്ട് ഇരിക്കണ്ട. ഇരുന്നപ്പോ ഇവിടെ കാല് കുത്തിക്കൊള്ളണം. അപ്പൊ മാറ്റ് പൊക്കി നോക്കിയപ്പോ താക്കൂട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ റിസോർട്ടിൽ തുറന്നേക്കുന്നത്. ഇതിന്റെ ആള് ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോ ഇതിന്റെ ഇപ്പോഴും കിട്ടിയ ഇതിലില്ല. ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇനിയിപ്പോ പറയാണ്ടൊക്കെ അങ്ങനെ ആയിക്കണോ? പിന്നെ വെറുതെ എടുക്കാല ബിരിയാണി സാധനം തന്നെ രാത്രി രണ്ടൂടെ മോളിൽ വെറുതെ ടർസാണോ? പ്ലേ ഗ്രൗണ്ട് പിടിച്ചോളോ. ഔലിയിലേക്ക് തരാം. ഒരെണ്ണം കൂടി ഉണ്ടാവല്ലോ. ചെമ്പടിയാണ് പൊടി. ഓ എന്നെ കുളിപ്പിക്കോ നീ? ഞാൻ കുളിച്ചിട്ടില്ലേ. ഒരക്കടകളെ വേനെടുക്കൂല. എന്തെന്നാണത്? എന്തൊന്ന് കാണിക്കുന്നേ? വേദന എടുക്കൂലടാ. ഓഫായിക്കോ. അതവിടെ ഇവൻ തിരിച്ചു ഓണാക്കിട്ട് അത് ഓഫ് ചെയ്യും. മോളിത്തെ അത് ഓഫ് ചെയ്യണല്ലേ? മണ്ട അത് ഓഫ് ചെയ്തില്ലേ? ഒന്നും ഒന്നും അറിയൂല.
അത് മോട്ടോർ ഉണ്ടാക്കുന്ന വെള്ളം മഞ്ഞില്ല. എത്ര കൊല്ലത്തിലേശ്വര പാത്രം കഴുകണ? സ്വന്തം വീട്ടില് പാത്രം കഴുകൂലേ? ഞാൻ നാളെ വന്നില്ലേ, നാളെ ഫുൾ ഡേ പ്രൊഫഷണൽ. നമുക്ക് സവാള അരിഞ്ഞതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റും. ഞാൻ ആ ക്ലീൻ ആക്കി തരാം. ധാരപ്പടി പ്രോട്ടീൻ കൂടെ മനുഷ്യർച്ച കഴിക്കില്ല. മേടിച്ചോ കൊടുക്ക, പൈസക്ക് മേടിക്ക്. 20 വാട്ടർ സർവീസ് അറിയൂലട്ടോ അല്ലേ? ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മ ഇന്ന് വിചാരിച്ച് പണി മുടക്കാണല്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കരുത്, ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് നമ്മ പ്ലാൻ ചെയ്തത് ബിരിയാണി. ഒറ്റ മൈൻഡ്. വെറും ബിരിയാണി അല്ല, ജർമ്മൻ ബിരിയാണി. അറിയാൻ വയ്യ, ഞാൻ ഓൾറെഡി കറിയുണ്ട്. ഇത്ര ഉള്ളൂ. അത് ചെറുതാക്കഴിഞ്ഞു. ഇളക്കണ എടപ്പാ അതാ വരുന്ന്, സോപ്പൊടി കളഞ്ഞില്ലേ നിങ്ങൾ? ഇതാണ് ശരിക്കുള്ള വെള്ളം. വെറുതെ ഇതായിട്ട് ഇത് വെറുതെ പാത്രത്തിലേക്ക് ഇട്ടുള്ളൂ. കോഴിയൊന്നും തിളങ്ങാനായിട്ട്. ജർമ്മനിയിലൊക്കെ അങ്ങനെയാണ്. ഞങ്ങ ഗുണമുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന, ഗുണമുള്ള ജർമ്മൻ ബിരിയാണി. എന്താണ് പറയുന്നേ? വെള്ളേ ചീത്ത വെള്ളമല്ലേ സൈഡിലോട്ട് വെച്ചാൽ മതി. പപ്പും കൂടെ ഇടക്കൊക്കെ ചിക്കൻ വാങ്ങാൻ. അതൊന്നല്ല, ബിലാലിന്റെ കടയിലെ കോഴിയിലെ ചിക്കൻ അറുതിങ്ങില്ലേ അല്ലേ ചെയ്യാൻ മാറിക്കോ നേരത്തെ രണ്ടെടുത്തോ. അവിടെ കഴുകാല. ഇത് അവരുടെ എത്തിയാണോ? അവരുടെ എത്തിയാണോ? നമുക്ക് കാശ് കൊടുത്ത് മേടിച്ചാണ്. എത്ര രൂപ? 30 രൂപ. ഒന്നും നോക്കിയടാ, കാശൊന്നും നോക്കിയില്ല. ജർമ്മൻ പോയല്ലേ വണ്ടികൾ കൊടുക്കാണ്ടിട്ടാ. ചിക്കൻ മൊത്തം പതായിട്ടുണ്ടോ? ഹണി സിംഗ ഇങ്ങനെയൊക്കെ കത്തി പിന്നെ എന്താ മൂക്കിക്കൊണ്ട് വെക്കുന്നേ? അതാണ് അല്ല ശരിയാ. നമുക്ക് ഈ ഇത് തൊലി കളയും, കഴുകിയിട്ടാണ് തൊലിയുള്ളത്. വേണ്ട, ലാസ്റ്റാണ്. പ്രൊഫഷണൽ സ്പീഡിലട്ടാ. പോരാ പോരാ, സൈഡായി. കണ്ണടച്ചിട്ടാണ് ചെയ്യണ്ടത്. അതിൽ കണ്ണിന്ന് വെള്ളം വരും. പെട്ടെന്ന് ലേസ് വെച്ചത്
കയ്യിൽ ഇതൊക്കെ ആയുധങ്ങളല്ലേ. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ തിന്നിട്ട് എന്നിട്ട് പറയാ. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പണിയെടുക്കുന്നതാണ്. നല്ല നല്ല പെണ്ണുങ്ങൾ പറ്റി പറ. മാസം പണിയെടുക്കുന്ന സവാള ചെയ്യാൻ അറിയാണ്ട് പറ്റും. സവാള സവാള അപ്പുറത്തേക്കോട്ടെ വിട്ട്. ഒന്നുമില്ല ലൈസ് എവിടെ നിന്നാണ്? റബ്ബർ പറ്റിച്ചല്ലോ. തളന്റെ ലൈസാടാ. എന്താണ് ഇവിടെ എടുത്ത് കട്ട് ചെയ്തില്ല. അയ്യോ ഇത് വേണ്ടല്ല, ഇത് കളയാം. കഴിഞ്ഞ എന്റെ പണി കഴിഞ്ഞേ ചിക്കൻ കഴിക്കേ. ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഒരു പണി എടുക്കൂല. വെറുതെ ചിക്കൻ കഴിക്കില്ല. വീഡിയോ കണ്ട് അടക്കണം. ഒരു പണി എടുക്കൂല. ആശേ ഒരു പണി എടുക്കരുത് കേട്ടാ. എടാ വാഷർ ഇട്ടിട്ട് എന്തോ ചെയ്യണോ? ആ വാഷർ എവിടെ? അതിനാണ് പുള്ളി വാഷർ എന്നത്. എന്നാ ചെയ്യുന്ന എടാ ആഷിക്ക് നീ പണി എടുത്തിട്ടുണ്ട്. റാസിക്കൊണ്ടേ കൊടുക്കട്ടെ കേട്ടാ. ലെഗ് പീസ് തുമ്പത്തിട്ടാ തൊടയാണ് ഇഷ്ടം. വിളിച്ചില്ലല്ലോ, മസാല ഇട്ട് വിളിച്ചില്ലല്ലോ. എങ്ങനെയുണ്ട്? ഓ ചെറുതായിട്ട് വലിയ ബാക്ക് അടിച്ചിട്ടുണ്ടായി എല്ലാരും. ബാക്ക് അടിച്ചിട്ടുണ്ടാ. അതില് ഈ പാത്രത്തിൽ വെള്ളം കൊടുക്കാറുണ്ട്. വെള്ളം എന്തിനാണ്? ഇത് കുറച്ചുകൂടി വെള്ളം വേണം. വെള്ളം നമ്മ മിനറൽ വാട്ടറിൽ എടുക്കണത്. ഈ വെള്ളം നല്ല വേണോ? ഈ വെള്ളം നല്ലല്ല. ആരും അപ്പുറത്തോടെല്ലാട്ടം മാറും. മിനറൽ വാട്ടർ കഴിഞ്ഞാൽ മിനറൽ വാട്ടർ. അപ്പൊ ബിരിയാണിക്ക് റൈസിലിടാനായിട്ട് അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അതവിടെ നിന്ന് വാങ്ങാം. കഴിഞ്ഞങ്ങനെ വേപ്പില കിട്ടിയിട്ടുണ്ട്. ചോദിച്ചു നോക്കിയാണ്. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? 2 ദിവസം അവർക്ക് രാവിലെ വൈകിട്ട് പിറ്റേന്നില്ലേ ആ ഫുഡ് തന്നെ. കഴിക്കാൻ പറ്റിയിരുന്നു. പിന്നെ നല്ല ഫുഡായിരുന്നു. പിന്നെ വലിയ ഹോട്ടലിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു ആഷിഖിനെ ഷെഫായിട്ട്. കാരണം അതിലൊരു പുള്ളിയുടെ ഫ്രണ്ട് 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായി ജർമ്മനിയിൽ. എന്റെ ആഷിഖ് പക്ഷെ പോയില്ല. കാരണം അതിന് വലിയ ജോലി ഉണ്ടായിരുന്നു. വണ്ടി എഴുതിയിട്ടാണ് പിടിച്ച് മാറ്റി. വെള്ളം വീശ മാറ്റ ഏതാണ് എന്റെ നോക്കിയ ഉപ്പിന്റെ ഓർമ്മ കൈ കാണിക്കും. ചൂടായിരിക്കും. ഇല്ല ആകെ ചിരിയുള്ളൂ. ഉപ്പ് മതി. ഇനിണ്ടാ സ്റ്റൈൽ സ്റ്റൈൽ മെയിൻ ഇതാണ്. നമ്മ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്.
ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സവാള വറക്കണം. ആ നമ്മള് മാഞ്ഞാലി സ്റ്റൈല് ദം ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മാഞ്ഞാലി സ്റ്റൈല് റൈസും മസാല അടിക്കും. പിന്നെ നമ്മൾ ദമ്മിടും. ഇവിടെ നമ്മൾ ദമ്മിടാത്താണ് എപ്പോഴും മാഞ്ഞാലി ബിരിയാണി കഴിക്കണം. പെണ്ണുണ്ടാ? പെണ്ണുണ്ടല്ലേ? ഇളക്കിളക്ക് ഇതിടാനാ ഇളക്കിയ വീഡിയോ പരിപാടി ബിസ്മില്ലാ. എന്റെ ക്യാമറ വരുമ്പോൾ ഇവർ റീൽ ഓർമ്മ വരുള്ളൂ. മിക്സഡ് ആക്കിയിട്ടുണ്ട്. കുറച്ച് മലബാർ, കുറച്ച് തലശ്ശേരി, അങ്ങനെ സ്റ്റൈല് കോഴിക്കോട്. അതിൻ്റെ അവിടെ എല്ലാവരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഓരോരുത്തരുടെ കപ്സയിൽ പൊടിക്കൈ കുറച്ച് കിട്ടുന്നുണ്ട്. അതാണ് ഈ മഞ്ഞ കളർ. ജർമ്മൻ കൂട്ടണം. പൊങ്ങിയടി ഞാൻ വീട്ടില് കറി ഉണ്ടാക്കൂലേ? വെള്ളം കോരി പറയട്ടാ പറഞ്ഞേ. എട്ട് കുഴക്കണ്ടാ. ഒന്ന് ഇതാക്കിട്ട് അടുത്ത പോയ സാധനം വെള്ളം കുടിക്കണം. മസാല ഇതിട്ടില്ലാട്ടാ, ഗീ ഇട്ടില്ലാട്ടാ. പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. അറിയാം. വേറൊരു സീൻ വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഇത് ഒഴിച്ചില്ല. ഓയില് ഒഴിച്ചില്ലേ? ഓയില് പക്ഷെ അതിലുണ്ടോ? ഇച്ചിരി ചോദിച്ചോ. മറ്റേലുണ്ടാവും. ആ കുറച്ച് ഓയിൽ ഒഴിച്ചേ. കുട്ടിക്ക് ഇത് കാണിച്ചാ മതിയാവും. ഇപ്പോഴാണ് അത് വന്നത്. ഓയിലിന്റെ ഒരു അംശം വന്നു. അതിലുണ്ടായിരുന്ന ഓയില് ഓൾറെഡി ഇതിൽ ഒഴിച്ചാണ്. മറ്റേതിനൊപ്പം ഇല്ല, അങ്ങനെയല്ല. ഇതാണ് കറക്റ്റ്. അടച്ചു നോക്കി. ഈ ടൈം ദമ്മാണോ? അത് കട്ട് ചെയ്യണോട്ടാ. ഒന്നും കട്ടൊന്നുമില്ല. ഇതിലൊന്നും കട്ടില്ലട്ടാ. കട്ടിന്റെ പറയാൻ വേണ്ട അല്ലേ? വെള്ളം അല്ലാണ്ട് വെച്ചേ. അത് വെള്ളമാണ്. മൂലക്ക് കലക്ക സാധനം അടിക്കും. പൊള്ളി പോയിട്ടുണ്ട്. എന്തിട്ട് രാസി? മോണേ നാക്കം പുള്ളി. മോണേ നാക്കം പുള്ളി. ഒന്ന് ആഴ്ചക്ക് പാടാം.
ബോസ് നിന്റെ അന്വേഷണം എടുക്കരുത്. പൈസ തീർക്കല കൂടുതലും ഞാൻ ഈ ബിരിയാണി ഇതിന്ന് ഗ്രേവി എടുക്കും, ഇതിന്ന് റൈസ് എടുക്കണം. ടേസ്റ്ററാ ആ പറ കഴിക്ക്. നമ്മള് ഒരു പീസ് ചിക്കൻ എടുക്കാം. കച്ചമ്പർ എടുത്തില്ലല്ല, ഒരു കച്ചമ്പർ കട്ടേ ആദ്യം ഒരു പീസ് ചിക്കൻ എടുക്കാം. എന്നിട്ട് ചിക്കൻ വലിച്ചപ്പോ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്, സോഫ്റ്റ് ആണ്. കുറച്ച് കച്ചമ്പർ കൊടുത്താ ചിക്കൻ്റെ പുറത്ത് വെച്ചിട്ടില്ലേ. ഇറക്കട്ടോ. ജർമ്മൻ ബിരിയാണി എങ്ങനെയുണ്ട്? 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 ഞങ്ങൾ തിരിച്ച് പീസ് ഇട്ടപ്പോ പീസ് ഇല്ല. എങ്ങനെയുണ്ട് പറ. അടിപൊളി ബിരിയാണി. ഇതൊക്കെ അപ്പൊ അങ്ങനെ കഴിച്ചോട്ടെ കേട്ടാ, കഴിക്കട്ടെ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട് പറ. നമ്മള് ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീച്ചിലോട്ടൊന്ന് ലാപ്പൊക്കാന്ന് വിചാരിച്ചു. എന്താ അതെ പോവല്ലേ ബീച്ചിലോട്ട്? കലോട്ടെ കലോട്ടെ കലോട്ടെ. ചെമ്പരത്തി ചെമ്പരത്തി ആശിക്കാക്ക രണ്ടായിരത്തിനുള്ളൂ പോരെ? കേറൂലേ? ചായ അല്ലല്ലോ, ആ കടയിൽ നിന്ന് തന്നെ കുടിക്കാം. റിയാക്ഷൻ നോക്കാം ഗൈസ്, റിയാക്ഷൻ. മറ്റേത് ഇടക്കിടക്ക് കിട്ടുന്നില്ല. ആര് ആൾക്കാരെ വിളിച്ച് എന്തിനാണ്? അലമ്പായി കളഞ്ഞില്ലേ? അപ്പൊ ഗായ്സ് നമ്മൾ പോവാണ് ഗായ്സ് ബീച്ചിലോട്ട്. നമുക്കിനി നേരെ ചാടാം. പിന്നെ രാത്രി വിളിച്ചിട്ടുണ്ടോ? കേറി പോണം. പയ്യെ പോയിട്ടുണ്ടെങ്കിൽ പീടി പോകാൻ പോലും പറ്റും. മറ്റേ റോട്ട് കൊടുക്കാണ്ട് സമാധാനം ഉണ്ടായില്ല ഭാഗത്തിന്. എനിക്കാണെങ്കിൽ വണ്ടിക്ക് എക്സോസ്റ്റ് അടിക്കാൻ കൊതിയായിട്ടുള്ള. ഏതില് വെറണൊക്കെ അടിക്കാൻ പറഞ്ഞ നീ പറഞ്ഞ അടിക്കണ്ട, എക്സോസ്റ്റ് അടിക്കണ്ട. അല്ല, എല്ലാരും വണ്ടി നോക്കണ്ടായി. അപ്പൊ നമുക്ക് ആ വീല് സെയിലാക്കിട്ട് നേരെ എക്സോസ്റ്റ് അടിക്കാം. ഇനൊന്നും നോക്കണ്ട, കേട്ടല്ലോ. ബാക്കിന്ന് വണ്ടിയുടെ ബാക്ക് കൂട്ട് തന്നെ ഇരിക്കണ്ട്. അയ്യോ, കണ്ണാണെന്നില്ലല്ലോ. പരിപാടികളൊക്കെ കഴിയണേക്കാളും മുന്നേ ഒരു സോഡ സർബത്ത് നിർബന്ധവും. എന്തോ ഷാബാസേ
സാധനം ഇവിടെ ചേട്ടൻ മേക്ക് ചെയ്യാനുണ്ട്. സാധനം വന്നിട്ടുണ്ട് ഗൈസ്. എന്താണ് ഉഷാറല്ലേ? സത്യമായിട്ട് വേറൊന്നല്ല കേട്ടോ, സോഡ സർബത്താണ്. അതല്ലടാ, അതൊക്കെ കാണണം. എന്താണ് അത്? ഞാൻ ഇടും. അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയണം. എന്താ പറയാ, കഴിഞ്ഞില്ലേ, പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണേ.